ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഡെയിലി 150 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്ന ചീപ്പ് റേറ്റ് ആയിട്ടുള്ളൊരു ഒരു മീൽ പ്ലാനാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം 150 ഗ്രാം പ്രോട്ടീൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തിപ്പം ഒന്ന് രണ്ട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 150 ഗ്രാം ഡെയിലി 150 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്ന ചീപ്പ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ താഴ്ന്ന് ഇങ്ങനൊരു മീൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം മസിൽ ബിൽഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ അത്യാവശ്യം ഫിനാൻഷ്യൽ നമുക്ക് ചിലവാകും. അത്യാവശ്യം ഫിനാൻഷ്യൽ പൈസ ഇറക്കിയാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ മേടിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പോൾ വെയിറ്റ് ലോസ് ഒക്കെ ആണെങ്കിൽ ഓക്കെ, നമുക്ക് കുറച്ച് പൈസ ചിലവാകുന്നുള്ളൂ. പക്ഷേ മസിൽ ബിൽഡിംഗ് എന്ന് പറയുമ്പം നമ്മളെ ബോഡിക്ക് പ്രോട്ടീനൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പം ഈ ഫുഡ് മേടിക്കാൻ തന്നെ ഇപ്പോൾ ചിക്കൻ, മുട്ട അതൊക്കെ ക്വാണ്ടിറ്റി കൂട്ടേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ ഇച്ചിരി പൈസ നമ്മൾ കയ്യിൽ നിന്ന് ചിലവാകും കേട്ടോ. അപ്പം ഇതിൽ താന്നൊരു പ്ലാൻ ഇനി ഇല്ല കേട്ടോ. അപ്പം അന്ന് കമൻ്റ് ഇട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ശരിയാണ്, മിക്കുള്ള ആൾക്കാർക്കും ഈ പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ മേടിക്കാൻ അത്ര അധികം അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവണമെന്നില്ല. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രോട്ടീൻ മേടിക്കുന്ന ഇങ്ങനെയുള്ള പ്രോട്ടീൻ ഫുഡുകൾ മേടിക്കുന്ന സമയത്ത്, ഇപ്പം ചിക്കൻ ആയിക്കോട്ടെ, മുട്ട ആയിക്കോട്ടെ, പയറുവർഗ്ഗങ്ങളായിക്കോട്ടെ, ഇതൊക്കെ മേടിക്കുന്ന സമയത്ത് ഇച്ചിരി ബൾക്കായിട്ട് മേടിക്കുക. അതുപോലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി ഹോൾസെയിലായിട്ട് കിട്ടുന്ന കടയുണ്ടല്ലോ, അവിടെ പോയിട്ട് ഇച്ചിരി ബൾക്കായിട്ട് മേടിച്ച് വെക്കുക കേട്ടോ. ഇപ്പം ലൂസായിട്ട് മേടിക്കുമ്പോഴത്തേക്ക് പൈസ ഒരുപാടാവും, ബൾക്കായിട്ട് മേടിക്കുമ്പോഴത്തേക്ക് പൈസ കുറയും കേട്ടോ. മുട്ടയൊക്കെ ഹോൾസെയിൽ കടയിൽ ചെന്നിട്ട് ബൾക്കായിട്ട് ഒരു ട്രേ 2 ട്രേ ഒക്കെ മേടിച്ച് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ലാഭമായിരിക്കും കേട്ടോ. അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പം ഡെയിലി 150 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്ന ഒരു ചീപ്പ് റേറ്റ് ആയിട്ടുള്ള മീൽ പ്ലാൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പേ എനിക്കൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ യാസറിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അപ്പം യാസറിൻ്റെ വീഡിയോയ്ക്കകത്ത് ഇതുപോലെ ചെന്നിട്ട് മോശമായിട്ടുള്ള ചീത്ത വാക്കുകളൊക്കെ പറഞ്ഞിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ, യാസറിനെ അല്ല, യാസറിൻ്റെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെയൊക്കെ മോശമായിട്ടുള്ള രീതിയിൽ ചീത്ത വിളിച്ചിട്ടൊക്കെ ഒരു വീഡിയോ യാസർ ചെയ്തേക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരാൾ വേറൊരാളെ വീഡിയോ ഇഷ്ടപ്പെടണമെന്നില്ല, അയാളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരാൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ അവർ കാണുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയെങ്കിലും നെഗറ്റീവ് പറയാനോ ചീത്ത വാക്കുകൾ പറയാനോ അവർ കാണും. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കും. അപ്പം നിങ്ങൾ ചീത്ത വിളിച്ചോ, കുഴപ്പമില്ല, എന്ത് വേണമെങ്കിലും വിളിച്ചോ, നമ്മളെ വിളിച്ചോ, കുഴപ്പമില്ല. വ്യക്തികൾ ഇപ്പം നമുക്കെതിരെ സംസാരിച്ചോ, കുഴപ്പമില്ല. നിങ്ങൾക്ക് വായി തോന്നുന്നതൊക്കെ നിങ്ങൾക്ക് ഇട്ടിട്ട് വയ്ക്കുമോ. പക്ഷേ അത് നമ്മളെ ഫാമിലി, ഇപ്പം വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ വിളിക്കുമ്പോഴത്തേക്ക്, കാരണം ചിലപ്പോൾ അവർ നമ്മളെ കൂടെ ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ അവർ മരണപ്പെട്ടു പോയിട്ടുള്ള ആൾക്കാരായിരിക്കാം, നമ്മളെ കൂടെ ഇല്ലാത്ത ആൾക്കാരായിരിക്കാം. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ചിലപ്പം അതിനെ റിയാക്ട് ചെയ്യാൻ തോന്നും ഓട്ടോമാറ്റിക്കായിട്ട്. അതാണ് യാസർ ഇവിടെ ചെയ്തത്. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം എന്നെ പറയാനുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് ചീത്ത വിളിച്ചോ, അങ്ങനെ ചെയ്യുക കേട്ടോ. വീട്ടിലിരിക്കുന്ന ആൾക്കാരെ അങ്ങനെ മോശമായിട്ട് നിങ്ങൾ കമൻ്റ് ഇടാതിരിക്കുക. കാരണം അത് ചിലപ്പം ഓരോരുത്തരും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയണമെന്നില്ല. ഇപ്പം എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയണമെന്നില്ല. അതുപോലെ മറ്റൊരാളെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വീഡിയോ കാണുന്നവരൊക്കെ അറിയണമെന്നില്ല കേട്ടോ. അപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം വീഡിയോ എന്ന് വെച്ചാൽ ഇതൊരു ഫാഷനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെ ലൈഫ് വേറെയാണ്. അപ്പം ലൈഫിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, കടമ്പകളുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഇങ്ങനെയുള്ള ഇതൊക്കെ ഇടുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മളെ കൂടെ ഇല്ലാത്ത ആൾക്കാരായിരിക്കാം, ചിലപ്പോൾ അവരൊക്കെ മരണപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് മാനസികമായിട്ട് നമുക്ക് ഇതുണ്ടാവും, സങ്കടമുണ്ട്, വിഷമം ഉണ്ടാവും. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇനി ചെയ്യാതിരിക്കുക കേട്ടോ. ഇനി ചെയ്യാതിരിക്കുക. നിങ്ങൾ നമ്മളെന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഇപ്പോൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. അതുപോലെ മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും പറഞ്ഞു, വീഡിയോ ഇടുന്ന ആൾക്കാർ എന്ത് വേണമെങ്കിലും പറഞ്ഞു. പക്ഷേ അത് ഫാമിലിയിലോട്ട് കയറി പോകാതിരിക്കുക കേട്ടോ. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചെന്ന് സോറി പറയുക കേട്ടോ. എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആവർത്തിക്കാതിരിക്കുക കേട്ടോ. അറിവില്ലാത്തതിൻ്റെ പേരിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനകത്ത് നിങ്ങൾ എടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 1 കപ്പ് ഓട്സ് മീൽ എടുക്കുക. അതിൻ്റെ കൂടെ ഒരു 3 മുട്ട എടുക്കുക, 3 പുഴുങ്ങിയ മുട്ട. അതിൻ്റെ കൂടെ ഒരു 70 ഗ്രാം ചെറുപയർ പുഴുങ്ങിയതെടുക്കുക. 70 ഗ്രാം ചെറുപയറിനകത്ത് നിങ്ങൾക്കൊരു 15 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നതാണ് ഓട്സ് മീൽ വിത്ത് എഗ്ഗ്.
ഒരു കപ്പ് ഓട്സും അതുപോലെ 3 പുഴുങ്ങിയ മുട്ട കേട്ടോ. പുഴുങ്ങിയ മുട്ട മീഡിയം സൈസ് മതി, ലാർജ് വേണമെന്നില്ല. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്കൊരു 21 ഗ്രാം പ്രോട്ടീൻ അതിനകത്ത് കിട്ടുന്നതാണ്. ഇനി അടുത്തത് ലഞ്ച്. ഉച്ചയ്ക്ക് നിങ്ങൾ എടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസ് വിത്ത് ലെന്തിൽ സൂപ്പാണ് കേട്ടോ. ഇപ്പം ലെന്തിൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, പച്ചപ്പയർ. ഇപ്പം റൈസ് എടുക്കുവാണെങ്കിൽ നിങ്ങളത് ബ്രൗൺ റൈസ് എടുക്കുക, അതിനകത്ത് ഒരുപാട് ന്യൂട്രിയൻസും കാര്യങ്ങളുണ്ട്. ഒരു 1 കപ്പ് ബ്രൗൺ റൈസ് എടുക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ പയർ സൂപ്പ് അടിച്ച് കുടിക്കാൻ പറ്റത്തില്ലെങ്കിൽ അതിൻ്റെ കൂടെ തോരൻ വെച്ച് കഴിക്കുക കേട്ടോ. ഇപ്പം മിക്കുള്ള ആൾക്കാർക്കും സൂപ്പ് അടിച്ച് കുടിക്കാൻ ഇഷ്ടമല്ലായിരിക്കും. പയർ തോരനായിട്ട് വെച്ച് കഴിക്കുക. 1 കപ്പ് പയർ എടുക്കുക, അതുപോലെ 1 കപ്പ് ബ്രൗൺ റൈസ് എടുക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ 100 ഗ്രാം ചിക്കനോ അല്ലെങ്കിൽ മീനോ, ഓപ്ഷനിലാണ്, ചിക്കൻ അല്ലെങ്കിൽ മീൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു 100 ഗ്രാം കേട്ടോ, 100 ഗ്രാം, കൂടുതലൊന്നും വേണ്ട, 100 ഗ്രാം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിലും താന്ന് ചീപ്പ് റേറ്റ് ആയിട്ടുള്ള മീൽ പ്ലാൻ മസിൽ ബിൽഡിങ്ങിന് ഇല്ല. ഏറ്റവും ചീപ്പായിട്ടുള്ള കുറഞ്ഞായിട്ടുള്ള മസിൽ ബിൽഡിംഗ് പ്ലാനാണ്. പിന്നെ നിങ്ങളെ ഇഷ്ടാനുസരണം നിങ്ങൾക്കിപ്പം ചെറുപയർ കഴിക്കാൻ വയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കടല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം പ്രോട്ടീനാണ്. പയറുവർഗ്ഗങ്ങളെല്ലാം ഹൈ പ്രോട്ടീനാണ്. ഇപ്പം ചെറുപയർ കഴിക്കാത്തവരാണെങ്കിൽ അതിനകത്ത് കടല ആഡ് ചെയ്ത് കൊടുക്കാം, അതുപോലെ സോയ ചങ്ക്സ് ഇങ്ങനെയുള്ളതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം അതൊക്കെ നിങ്ങളെ ഇഷ്ടമനുസരിച്ച്. കാരണം ഇപ്പം സോയ ചങ്ക്സ് കഴിക്കാത്ത ആൾക്കാർ കാണും, അതുപോലെ കടല കഴിക്കാത്ത ആൾക്കാർ കാണും. അപ്പം ഈ പയറുവർഗ്ഗങ്ങളെല്ലാം, ഇങ്ങനെയുള്ള പയറുവർഗ്ഗങ്ങളും ഇതെല്ലാം ഹൈ പ്രോട്ടീനാണ്. അതിപ്പം നിങ്ങളെ ഇഷ്ടാനുസരണം നിങ്ങൾ മാറ്റി കൊടുക്കും കേട്ടോ. ഓക്കെ. അപ്പം ഒരു 100 ഗ്രാം ചിക്കൻ അല്ലെങ്കിൽ മീൻ, അതിനകത്ത് ഒരു 30 ഗ്രാം പ്രോട്ടീൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. അതുപോലെ സ്നാക്സ് വൈകിട്ട് ഈവനിങ്ങിൽ ഒരു 3:30, 4 മണി, 5 മണിക്കകം കേട്ടോ. ഒരു 4-5 മണിക്കകത്ത് നിങ്ങൾ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാവെള്ളം ഉണ്ടല്ലോ, കോക്കനട്ട് വാട്ടർ. തേങ്ങാവെള്ളം നല്ലതാണ് കേട്ടോ. തേങ്ങാവെള്ളം എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നോ മാക്സിമം നിങ്ങൾ തേങ്ങാവെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ധാരാളം കുടിച്ചു, ഒരു കുഴപ്പമില്ല കേട്ടോ. അതെന്ന് പറഞ്ഞാൽ നാട്ടുകാരെ ഒന്നും തെങ്ങിൽ കയറി അയൽക്കാരുടെ തെങ്ങിലൊന്നും കയറി അടത്താൻ നിൽക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾ തേങ്ങാവെള്ളം കുടിക്കുക, തേങ്ങ പിടിക്കുന്ന സമയത്തൊക്കെ. ഓക്കെ. ഒരു കോക്കനട്ട് വാട്ടറിൻ്റെ കൂടെ തന്നെ സ്നാക്സ് വൈകിട്ട് 4 മണിക്ക് നട്ട്സ് ഒരു പിഞ്ച് നട്ട്സ്. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞ പോലെ ബൾക്കായിട്ട് മേടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വില കുറച്ച് മേടിക്കാൻ പറ്റും കേട്ടോ. നട്ട്സ് കാഷ്യൂ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളതാണെങ്കിലും കുഴപ്പമില്ല. കാഷ്യൂനട്ട്, ബദാം എല്ലാം കൂടെ, അല്ലെങ്കിൽ കാഷ്യൂനട്ട് മാത്രമാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതെങ്ങനെ പോലെ അതിനകത്തൊരു 6 ഗ്രാം പ്രോട്ടീൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ കാഷ്യൂ ഒക്കെ ഹൈ പ്രോട്ടീനാണ് കേട്ടോ. അതുപോലെ വാരി തിന്നും കളയില്ല. പ്രോട്ടീനാന്ന് പറഞ്ഞിട്ട് ഒരു 100 ഗ്രാം 200 ഗ്രാം ഒന്നും ഡെയിലി വെച്ച് കഴിക്കൽ, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ. ഇനി വൈകിട്ട് ഡിന്നറിൽ നിങ്ങൾ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസും അതിൻ്റെ കൂടെ ഒരു 1 കപ്പ് റൈസ് കേട്ടോ, 1 കപ്പ് ബ്രൗൺ റൈസ്, അതിൻ്റെ കൂടെ ചെറുപയറും വെജിറ്റബിളും ബോയിൽ ചെയ്തിട്ടുള്ള വെജിറ്റബിളും കൂടെ എടുക്കുക. അപ്പം ചെറുപയറിനകത്ത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 60 ഗ്രാം അല്ലെങ്കിൽ 70 ഗ്രാം ഒരു ചെറുപയർ എടുക്കുകയാണെങ്കിൽ ഒരു 15 ഗ്രാം പ്രോട്ടീൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ചെറുപയർ ആഡ് ചെയ്ത് കൊടുത്തോ. ചെറുപയർ നല്ല സാധനമാണ്, നല്ല ഹൈ പ്രോട്ടീനാണ്. മസിൽ ബിൽഡിങ്ങിന്, മസിൽ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. റിക്കവറിക്കൊക്കെ പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ചെറുപയർ. ഓക്കെ. അതിൻ്റെ കൂടെ നിങ്ങൾ മിക്സ്ഡ് വെജിറ്റബിൾ ചേർത്ത് കൊടുക്കുക, ബോയിൽ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഡിന്നറിന് റൈസിൻ്റെ കൂടെ ചെറുപയർ ആഡ് ചെയ്ത് കൊടുക്കുക, അതുപോലെ അതിൻ്റെ കൂടെ മിക്സ്ഡ് വെജിറ്റബിൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഓപ്ഷനിലാണ് ചിക്കൻ അല്ലെങ്കിൽ മീൻ കേട്ടോ. ഇത് 100 ഗ്രാം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് നിങ്ങൾക്ക് ഒരു 30 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നതാണ്. നമുക്കറിയാലോ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവാണ്. നമുക്കറിയാലോ ഒരു കോഴ്സ്, ഇപ്പം ബോഡി ബിൽഡിങ്ങിൻ്റെ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ തന്നെ, ഫസ്റ്റ് കോഴ്സ് ചെയ്യുമ്പോൾ തന്നെ 10,000 രൂപയോളാവും. പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ കൂടി പോവാണ്. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗെയിമാണ് ബോഡി ബിൽഡിങ്. പക്ഷേ നമുക്ക് സാധാരണപ്പെട്ട നമ്മൾ ജിമ്മിൽ പോയി കോമ്പറ്റീഷനൊന്നും ഇറങ്ങാത്ത ഒരാളെ സംബന്ധിച്ച് നമുക്ക് അത്യാവശ്യം ഒന്ന് ഫിറ്റായിട്ടിരിക്കണം, അത്യാവശ്യം ഒന്ന് ചെറിയ രീതിയിലൊക്കെ ഒന്ന് മിനി സെറ്റപ്പായിട്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് ഞാൻ പറഞ്ഞു തന്നത്, മീൽ പ്ലാനാണ്. നിങ്ങളിത് ഫോളോ ചെയ്തിട്ട് ധൈര്യമായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്തോ, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിരിക്കും. അതിൽ വേറൊരു സംശയമില്ല. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ. ബൈ.